അപ്പോൾ 2024 JEE മെയിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാ പുറത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ നിന്നും വലിയ വിജയം കരസ്ഥമാക്കി, ഉയർന്ന റാങ്കുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ +2 പഠനത്തോടൊപ്പം തന്നെ തൻ്റെ എൻട്രൻസ് എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയ ഒരു വിദ്യാർത്ഥിയാണ് നമ്മുടെ ഹാഫിസ് റഹ്മാൻ. +2 പഠനത്തോടൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ എൻട്രൻസ് കോച്ചിങ്. അപ്പം ഹാഫിസ് അപ്പോൾ എനിക്കൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹാഫിസ്, എവിടെയാണ് സ്ഥലം? മലപ്പുറം അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഈ റിസൾട്ട്? എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇത്ര നല്ലൊരു റാങ്ക് കിട്ടും JEE മെയിന് ഒരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ? അത് വെച്ച് ആ ഗോൾ വെച്ച് തന്നെയാണ് ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തതല്ലേ? ഓക്കെ, അപ്പോൾ വീട്ടിൽ ആരൊക്കെയാണുള്ളത് ഹാഫിസിന്? വീട്ടിൽ മദറുണ്ട്, ഫാദറുണ്ട്, 3 സിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു ബ്രദറും. അവരൊക്കെ എന്ത് ചെയ്യുന്നത്? എൽഡർ 3 സിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ 2 കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞു, ഇപ്പോൾ 1 കോളേജ് എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ഒരു യങ്ങർ ബ്രദർ. പാരൻസ് ഫാദർ ഒരു ഡോക്ടറാണ്, മദർ ഒരു ഹൗസ് വൈഫ്. പഠനത്തോടൊപ്പം തന്നെ എൻട്രൻസ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമായിരിക്കും. കാരണം ബോർഡ് എക്സാമിനും പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ എൻട്രൻസിന് ഒരേ സമയം പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്തത്? സ്കൂളുണ്ടായ കാലത്ത് ബ്രില്യൻ്റ് ക്ലാസ്സസ് വൈകുന്നേരം ഉണ്ടാവാറുള്ളത്. അത് രാവിലെ സ്കൂൾ കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം വീട്ടിൽ പോയി പഠിക്കാം. പിന്നെ ഹോളിഡേയ്സ് ആണെങ്കിൽ സാറ്റർഡേയ്സും സെക്കൻഡ് സാറ്റർഡേയ്സും ഒക്കെ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് കോച്ചിങ്ങിൻ്റെ ആ മെറ്റീരിയൽ ആൻഡ് അത് അതിലെ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റി. പക്ഷേ ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരേ സമയം ഇപ്പം ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠിക്കുന്ന ഒരു രീതി ആയിരിക്കത്തില്ലോ എൻട്രൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ഒരേ സമയം മാനേജ് ചെയ്യാൻ പറ്റുമോ? അത് എൻട്രൻസിന് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ബോർഡ് എക്സാം എടുത്തു വരുമ്പോൾ അതിന് പ്രയോറിറ്റി കൊടുത്താൽ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ എൻജിനീയറിംഗ് എന്നുള്ള ഒരു ആഗ്രഹം ഹാഫിസിനുണ്ടായത് എങ്ങനെയാണ്? സ്വന്തമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് വന്ന ഒരു സമയത്തുണ്ടായതാണോ, അത് ആരെങ്കിലും ഇൻസ്പയർ ചെയ്തതാണോ? എനിക്ക് ചെറുപ്പം മുതൽ തന്നെ മാത്സ് നല്ല ഇഷ്ടമായിരുന്നു. അത് കാരണം ഞാൻ എൻജിനീയറിംഗ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫേവറേറ്റ് ആയിട്ടൊരു ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ വരുമല്ലോ. അപ്പോൾ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എങ്ങനെ ആദ്യം പറ? നന്നായി പോകുന്നു. ഇപ്പോൾ ബ്രില്യൻ്റ് മോഡൽ എക്സാംസ് ഉണ്ട്, പിന്നെ മെറ്റീരിയൽ തന്നിട്ടുണ്ട്, അതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട്സും എല്ലാ ടൈപ്പ് നോട്ട്സും നമ്മളിപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പ് IITകളിൽ അഡ്മിഷൻ ലഭിക്കണം എന്നായിരിക്കുമല്ലോ ആഗ്രഹം. അങ്ങനെ ഏതെങ്കിലും ഒരു IIT കണ്ടുവച്ചിട്ടുണ്ടോ? ടോപ്പ് 3 IITസിൽ മദ്രാസ്, ബോംബെ ഓർ ഡൽഹിയിൽ ചേരാനാണ് ആഗ്രഹം. ഏതെങ്കിലും ഒരു കോഴ്സ് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ സയൻസാണ് ആഗ്രഹം വെച്ചിരിക്കുന്നത്. അത് പെട്ടെന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കാനായിട്ട്? അത് ലൈക്ക് മാത്സും CSEയും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു മുമ്പ് തന്നെ. അത് വെച്ചും പിന്നെ കറണ്ട് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് വെച്ചും നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് അതാണ്. അപ്പോൾ ഹാഫിസിനെ സംബന്ധിച്ച് ഈ 2 വർഷത്തെ ആ ഒരു തയ്യാറെടുപ്പ്, ആ ഒരു ജേണി ഒന്ന് പറയാമോ? 2022 മുതൽ നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ആദ്യം ഓൺലൈനായിരുന്നു, പിന്നെ ഇവിടെ വന്നപ്പോൾ ഓഫ്ലൈനായി. ഓഫ്ലൈൻ ആകുമ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്കൂളിന് ശേഷം ക്ലാസ് ഉണ്ടാവുമായിരുന്നു. പിന്നെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയി പഠിക്കും. അത് പിന്നെ യൂണിറ്റ് എക്സാംസ് ഉണ്ടാവുമായിരുന്നു ആദ്യം. പിന്നെ യൂണിറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം ക്ലബ് ചെയ്തതിന് ശേഷം മോഡൽ എക്സാംസ് ഉണ്ടാവുമായിരുന്നു. പിന്നെ അങ്ങനെ 11th 12th അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ സ്കോളർഷിപ്പ് എക്സാംസ് ഒക്കെ വന്നു. സ്കോളർഷിപ്പ് എക്സാംസ് നടത്തായിരുന്നു. പിന്നെ 11th 12th കഴിഞ്ഞ ശേഷം ആദ്യത്തെ റിവിഷൻ മോഡൽ നടന്നു, പിന്നെ 2ാമത്തെ റിവിഷൻ മോഡൽ നടന്നു. അതിനുശേഷം ഫുൾ മോഡൽ മെയിൻസിന് നടന്നു, ഇപ്പോൾ അഡ്വാൻസ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ വേറെ എക്സാംസിന് ക്യുസാറ്റും കീമും പോലെയുള്ള ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ ലേണിംഗ് ആപ്പ് ഉണ്ട്. പിന്നെ ക്ലാസ്സസ് തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ നടത്തുമായിരുന്നു. ആൻഡ് സാറുമാരൊക്കെ നല്ല സപ്പോർട്ടീവാണ്. നമ്മൾ ഡൗട്ട് വെച്ചാലൊക്കെ അവർ ലൈക്ക് വാട്സാപ്പിൽ പറഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ലേണിംഗ് ആപ്പിൻ്റെ ഒക്കെ ഒരു യൂസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലേണിംഗ് ആപ്പ് ഞാൻ മെയിൻലി ഉപയോഗിച്ചിരുന്നത് മോഡൽ എക്സാംസ് എഴുതാൻ വേണ്ടിയായിരുന്നു, മെയിൻസിൻ്റെ സമയത്തൊക്കെ ആയപ്പോൾ. പിന്നെ അതിൽ ക്ലാസ്സസ് ഉണ്ട്, പിന്നെ യൂണിറ്റ് വൈസ് എക്സാംസ് ഉണ്ട്. അതെല്ലാം നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഒരുപാട് മോഡൽ എക്സാംസ് ട്രൈ ചെയ്തതിൻ്റെ ഒരു ഗുണം റിയൽ ആയിട്ടുള്ള JEE എക്സാമിൽ ഉണ്ടായെന്ന് തോന്നുന്നു. ഉണ്ടായെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഫസ്റ്റ് സെഷനിൽ കുറച്ച് അതേപോലെ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. പിന്നെ അതേപോലെ അല്ലെങ്കിലും സെയിം കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നായിരുന്നു. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ബ്രില്യൻ്റ് നടത്തിയ പരീക്ഷ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും JEE അഡ്വാൻസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു വിജയത്തിൻ്റെ തുടർച്ച അതിലുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ആഗ്രഹിച്ച IIT തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ. താങ്ക്സ് സർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.